الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ദുആ അതാണ് ഏറ്റവും മഹത്തായ അമൽ. ഏതൊരു ഖൈറാണോ, ഇഹത്തിലെ ഖൈറാണെങ്കിലും ഉഖ്റവിയായ ഖൈറാണെങ്കിലും ദീനിയായ ഖൈറാണെങ്കിലും ദുന്യവിയായ ഖൈറാണെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകണം. സർവ നിഅമത്തുകളും ഖൈറുകളും അല്ലാഹുവിൻ്റെ കൈകളിൽ മാത്രമാണ്, അവൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. അതിനാൽ എല്ലാ തരത്തിലുള്ള ഖൈറുകളും അതിനു വേണ്ടുന്ന അധ്വാനം, അതിനു വേണ്ടുന്ന ഭൗതികമായ കാര്യങ്ങൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വഭാവമാണ് ഒട്ടേറെ മനുഷ്യരിലും നാം കാണുക. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ കൊണ്ട് ആണ് അവർക്ക് ഖൈറുകൾ ഉണ്ടായത്, ലഭിക്കുന്നത്, ലഭിച്ചത് എന്നുള്ള തെറ്റായ ധാരണയാണ് അവർക്കുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സർവ ഖൈറുകളും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എല്ലാ ഖൈറുകൾക്കും വേണ്ടി നാം ചോദിക്കണം, ദുആ ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെല്ലാം വിധത്തിൽ എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം ദുആ ചെയ്യണം എന്നുള്ളത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ്യായി അമ്പിയാക്കന്മാർ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഒരു ദുആ മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഈ കലിമ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദീനിയായ, ദുന്യവിയായ, ഉഖ്റവിയായ എല്ലാ ഖൈറുകളും ഉൾക്കൊള്ളുന്ന ഒരു ദുആ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. اللهم أصلح لي ديني الذي هو عصمة أمري. എൻ്റെ കാര്യങ്ങളുടെ സുരക്ഷിതത്വമായിട്ടുള്ള, എനിക്ക് സംരക്ഷണം നൽകുന്ന എൻ്റെ ദീനിയായ കാര്യങ്ങൾ എനിക്ക് നീ നന്നാക്കി തരണമേ. ദീന നന്നായാൽ
അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വിധത്തിൽ നാം ദീൻ ഭംഗിയായി അല്ലാഹുവിന് വേണ്ടി ഓരോ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹത്തിലും പരത്തിലും അതുവഴി രക്ഷ നൽകുന്നത് അവനാണ്. നമുക്ക് ഇസ്മത്ത് ലഭിക്കാൻ നമ്മുടെ ദീനാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്, അടിസ്ഥാനമായിട്ടുള്ളത്. അതാണല്ലോ ഈ ദുആ പഠിപ്പിക്കുന്ന ഒരു കാര്യം. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫിഹാ മആശി, ഞാൻ ജീവിക്കുന്ന ഈ ഭൗതികമായ ലോകത്ത് എൻ്റെ മഈശത്തുകൾ എല്ലാം അതും എനിക്ക് നീ നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫിഹാ മആദി, എൻ്റെ മടക്കം എനിക്ക് തിരിച്ചു ചെല്ലാനുള്ളത് ആഖിറമാണ്. ആ ആഖിറം എനിക്ക് നീ നന്നാക്കി തരണമേ. ഇങ്ങനെ ദീനിയായ ദുന്യവിയായ ഉഖ്റവിയായ എല്ലാ ഖൈറുകളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നന്നാക്കി തരണം. അവനിൽ നിന്നാണ് നമുക്കതിനുള്ള തൗഫീഖ് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ അപ്പുറം അല്ലാഹുവിനോട് ദുആ ചെയ്തിരിക്കണം. ഇപ്പോ ലോകത്ത് മൊത്തത്തിലുള്ള ഈ കോവിഡ് എന്ന രോഗത്തെ സംബന്ധിച്ച് ഒട്ടേറെ ഭൗതികമായ പ്രോട്ടോക്കോളുകളും ഭൗതികമായ സുരക്ഷിതത്വത്തിൻ്റെ മാർഗങ്ങളും എല്ലാവരും വളരെ കർക്കശമായി അതിസൂക്ഷ്മമായി കൃത്യമായി പാലിച്ചു വരുന്നു. ചിലപ്പോൾ മറ്റുള്ള ആളുകളോട് യാതൊരു തരത്തിൽ സമ്പർക്കവുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വരെ രോഗം വരുന്നു. എല്ലാവരിലും കൂടിക്കലർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും വരാറില്ല. ഏറ്റവും കൂടുതൽ ഒരു അങ്ങാടിയിലെ ഒരു കടയിലുള്ള ഒരു കടക്കാരൻ, അയാൾ ഒരുപാട് ആളുകളോട് ബന്ധപ്പെടുന്നു. ചിലപ്പോ ഒരു ഭൗതികമായ മാർഗവും സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ കാവൽ മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെയും ദുആ ചെയ്യേണ്ടത്, ദുആ ചെയ്തിരിക്കണം അള്ളാഹുവിനോട്. അതൊരിക്കലും മറന്നു പോകരുത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വഅസ്ലിഹ് ലി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, ജീവിതം അത് എല്ലാ തരത്തിലുള്ള ഖൈറുകളും അല്ലാഹുവേ ഈ ജീവിതത്തിൽ എനിക്ക് നീ നൽകണമേ. വജഅലിൽ ഹയാത, ജീവിതത്തെ നീ എനിക്ക് ആക്കിത്തരണം, എനിക്ക് മാറ്റിത്തരണം. ഫീ കുല്ലി ഖൈറിൻ, എല്ലാ ഖൈറുകളിലും. ഒരു ഖൈറും അതിൽ ഉൾക്കൊള്ളാത്തതില്ല. ദീനിയായത്, ആരോഗ്യപരമായത്, ദുന്യവിയായത്, ഉഖ്റവിയായത്, സാമ്പത്തികമായത്, കച്ചവടം, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. പിന്നെ അവസാനം വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർർ, മരിക്കുന്ന സമയത്ത് റാഹത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ യാതൊരു തരത്തിലുള്ള ബേജാറുമില്ലാതെ തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് സമാധാനത്തിൽ ചെല്ലാനുള്ള ആ ഒരു റാഹത്തോടുകൂടെ മരിക്കാൻ അല്ലാഹുവേ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.